آمين. والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ തൗഫീഖിനാൽ പരിശുദ്ധ റമളാൻ നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ റമളാനിലേക്ക് പ്രവേശിക്കാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ, സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമളാൻ എന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനിലേക്ക് കടന്നു വരുന്ന ഒരു അതിഥിയെ പോലെയാണ്. എന്താണ് അതിഥിയുടെ പ്രത്യേകത? ഒരു അതിഥി നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്, നമ്മുടെ മനസ്സിന് വലിയ ആഹ്ലാദവും സന്തോഷവും ഒക്കെ ഉണ്ടാവാറുണ്ട്. പൊതുവെ അതിനേക്കാൾ സന്തോഷവും ആഹ്ലാദവും ഉണ്ടാവേണ്ട ഒരു അതിഥിയാണ് സഹോദരങ്ങളെ പരിശുദ്ധ റമളാൻ. എന്തുകൊണ്ടാണ് പണ്ഡിതന്മാർ റമളാനിനെ ഒരു അതിഥിയായി, അതല്ലെങ്കിൽ അതിഥിയെപ്പോലെ ഉപമ പറഞ്ഞത്, ഉദാഹരണം പറഞ്ഞത്? നമുക്കറിയാം, അതിഥി എന്നത് വരും, തിരിച്ചു പോകും. അതിഥിയുടെ വരവും തിരിച്ചുപോക്കും വളരെ പെട്ടെന്നായിരിക്കും. കുറേ നാളുകൾ, അതല്ലെങ്കിൽ കുറേ സമയം നമ്മുടെ കൂടെ ഉണ്ടാവുകയില്ല, അവർ ചെലവഴിക്കുകയില്ല. അതുകൊണ്ടാണ് അതിഥികൾ വരുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാവുന്നത്. പരിശുദ്ധ റമളാൻ ഈ ഉദാഹരണം അതിന് ഏറ്റവും യോജിച്ച ഉദാഹരണമാണ്. കാരണം സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും, നമ്മിൽ പലരും അഭിപ്രായപ്പെടാറുണ്ട്, എത്ര പെട്ടെന്നാണ് റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ എത്തിയത്. കഴിഞ്ഞ വർഷമാണ് റമളാൻ എന്ന് പറഞ്ഞത്, ആ റമളാൻ കഴിഞ്ഞു, ഇത് അടുത്ത റമളാനിലേക്ക് നമ്മൾ എത്തുകയാണ്. എത്ര വേഗത്തിലാണ് എന്നതുപോലെ ഇത് വേഗത്തിൽ വരും, എന്നിട്ട് അതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോകും. വളരെ പെട്ടെന്നായിരിക്കും റമളാനിൻ്റെ വരവും തിരിച്ചുപോക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ റമളാനിനെ ഒരു അതിഥിയായി ഉപമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഓരോരുത്തരും ആ അതിഥിയെ ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കേണ്ടതുണ്ട്. ഒരു അതിഥി വരുമ്പോൾ അലസമായി നിൽക്കുക എന്നത് യോജിച്ചതല്ല. അങ്ങനെ ആരും ചെയ്യുകയില്ല. പരിശുദ്ധ റമളാൻ എന്ന അതിഥി നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കതിയായ സന്തോഷവും ആഹ്ലാദവും ഒക്കെ ഉണ്ടാവണം. അതോടൊപ്പം നമ്മൾ ആ റമളാനിന് വേണ്ടി ഒരുങ്ങണം, ആ റമളാനിനെ വരവേൽക്കണം, ഏറ്റവും നല്ല രൂപത്തിൽ വരവേൽക്കണം. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി അനവധി പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ ഈ പരിശുദ്ധ റമളാനിന്, റമളാൻ മാസത്തിന്, ആ മാസത്തിലെ നോമ്പിന്, സൽക്കർമ്മങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ കടന്നു വരുമ്പോൾ തന്നെ, റമളാനിൻ്റെ വരവ് തന്നെ സഹാബത്തിനെ അറിയിച്ചത് വളരെ മനോഹരമാണ്.
അതാകും റമളാൻ, അതല്ലെങ്കിൽ ഹാദാ റമളാനു ഖദ് ജാഅകും, ഇതാ റമളാൻ സമാഗതമായിരിക്കുന്നു നിങ്ങളിലേക്ക്, ഇതാ റമളാൻ വന്നിരിക്കുന്നു, ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാകുന്നു അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് റമളാൻ അതിൻ്റെ വരവ് അറിയിച്ചു കൊടുത്ത രൂപമാണ്. അപ്പം നിങ്ങൾ നോക്കൂ, എന്തായിരിക്കും അവരുടെ മനസ്സിൽ റമളാനിനോട് ഉണ്ടായിരുന്ന ആഹ്ലാദവും സന്തോഷവുമൊക്കെ. ഈ ഒരു സന്തോഷവും ആഹ്ലാദവുമൊക്കെ സഹോദരങ്ങളെ നമുക്കുണ്ടാവണം, പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും. അവിടെയാണ് നമ്മുടെ വിജയം. അപ്പോഴാണ് റമളാൻ എന്ന അതിഥിയെ ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കരിച്ച് തിരിച്ചു പറഞ്ഞേക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. റമളാനുമായി ബന്ധപ്പെട്ട് ആളുകൾ, ജനങ്ങൾ അതിനെ വരവേൽക്കുന്നത് പല രൂപത്തിലാണ്. ചില ആളുകൾ റമളാൻ എന്ന് കേൾക്കുമ്പോൾ, നോമ്പെന്ന് കേൾക്കുമ്പോൾ ആ നോമ്പിനെ, റമളാനിനെ വരവേൽക്കുക ഭക്ഷണ പദാർത്ഥങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരിക്കും. നോമ്പ് തുറക്ക് എന്തുണ്ടാക്കണം, അത്താഴത്തിന് എന്തുണ്ടാക്കണം, രാത്രി ഭക്ഷണത്തിന് എന്ത് വേണം, ഇങ്ങനെ റമളാനിൽ ഭക്ഷണത്തിൻ്റെ ഒരു മാസമായി അതിനെ കണ്ട് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവും പല ഉമ്മമാരും സഹോദരിമാരും വ്ളോഗുകൾ തപ്പാൻ. ഈ കൊല്ലത്തെ പുതിയ കടികൾ എന്തായിരിക്കും, എന്താണ് പുതിയ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ്, അത് അന്വേഷിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്ന പല ആളുകളുമുണ്ട്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, റമളാനിനെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൊണ്ടല്ല നമ്മൾ വരവേൽക്കേണ്ടത്. റമളാൻ മാസം എന്നത് തിന്നലിൻ്റെയും കുടിക്കലിൻ്റെയും മാസമല്ല. യഥാർത്ഥത്തിൽ ഇതൊക്കെ ചുരുക്കാനുള്ള മാസമാണ്. ഇതിനർത്ഥം തിന്നണ്ട, കുടിക്കണ്ട, നോമ്പോർക്കണ്ട എന്നല്ല. മറിച്ച് നമ്മൾ അതിൽ വ്യാപൃതരായി പോകരുത്, അതല്ല നമ്മുടെ മുഖ്യ വിഷയം. എന്നാൽ പല ആളുകളും ഈ വിഷയത്തിൽ വഞ്ചിതരായി പോയിട്ടുണ്ട്. അങ്ങാടികളിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അത് വാങ്ങുന്ന തിരക്കിലായിരിക്കും ഇനി അങ്ങോട്ട് നോമ്പ് അടുക്കുന്നത് അനുസരിച്ച് ഉണ്ടാവുക. ഇതാണ് ജനങ്ങളിൽ ഒരു വിഭാഗം. ഈ രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, റമളാൻ മാസം ആവുമ്പോഴേക്കും റമളാനിലെ വിലപ്പെട്ട സമയം ചെലവഴിക്കാൻ വേണ്ടി വിനോദം, കളി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരിക്കും. സമയം പോകണമല്ലോ നോമ്പിന്. ഇപ്പോൾ പഴയ കാലത്തൊക്കെ ആണെങ്കിൽ പല ജാതി കളികളുമുണ്ട്. പ്രത്യേകം നോമ്പിന് മാത്രം ചില കളികൾ ആളുകൾ കൂടുതൽ ഏറ്റെടുക്കും. അങ്ങനെ ചില ആളുകളുണ്ട് നോമ്പിനെ, ഈ റമളാനിനെ, അതിലെ വിലപ്പെട്ട സമയങ്ങളെ കൊന്നു തീർക്കുന്ന ആളുകൾ. സമയം പോകുന്നില്ല എന്നാണ് അത്തരം ആളുകളുടെ പരാതി. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, സമയം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം. സമയമുണ്ടോ? ഇല്ല. എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്, എത്ര വേഗത്തിലാണ് സമയം പോകുന്നത്. ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് യതഖാറബു സമാൻ, ദിവസം, മാസം, വർഷം അതിവേഗത്തിൽ കടന്നു പോവുക എന്നുള്ളത്. നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ റമളാൻ കഴിഞ്ഞിട്ട് ഒരു വർഷമായി എന്നത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എത്ര വേഗത്തിലാണ്, എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്, എത്ര പെട്ടെന്നാണ് സമയം പോകുന്നത്. ആ വിലപ്പെട്ട സമയത്തെ കൊന്നുകളയാനുള്ള ഗെയിംസും കളിപ്പാട്ടങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒരുക്കുന്ന തിരക്കുകളിലായിരിക്കും മറ്റു ചില ആളുകൾ. മൂന്നാമത്തെ വിഭാഗം, റമളാൻ മാസം വന്നതോ പോയതോ ഒന്നും അറിയാത്ത, അതിനെക്കുറിച്ച് ചിന്തയില്ലാത്ത അങ്ങനെയുള്ള വിഭാഗമായിരിക്കും. എല്ലാ വർഷവും എല്ലാ മാസവും ഒരുപോലെ റമളാനിൻ്റെ പുണ്യ രാവുകൾ, ദിനരാത്രങ്ങൾ അതിനെക്കുറിച്ച് അറിയില്ല, മനസ്സിലാക്കിയിട്ടില്ല, യാതൊരു കാര്യബോധവുമില്ല. അങ്ങനെ വർഷങ്ങൾ കഴിയുന്നത് പോലെ, വർഷങ്ങളിലെ ദിവസങ്ങൾ കൊഴിഞ്ഞു തീരുന്നത് പോലെ റമളാനിൻ്റെ ഒരു മാസവും അവരുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകും. നാലാമത്തെ വിഭാഗം, അതിലാണ് സഹോദരങ്ങളെ നമ്മൾ ഉൾപ്പെടേണ്ടത്.
നാലാമത്തെ വിഭാഗം അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ ആളുകളാണ്. പരിശുദ്ധ റമളാനിനെ വരവേൽക്കുക നേരത്തെ പറഞ്ഞതുപോലെ സന്തോഷത്തോടെ, ഹൃദയവിശാലതയോടെ, നല്ല നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ ആ റമളാൻ വന്നു കിട്ടാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ പ്രവൃത്തികൾ ഇത്തവണ കൂട്ടണം, എത്ര ഖത്മുകൾ തീർക്കണം, എത്ര ഖുർആൻ പാരായണം ചെയ്യണം, ഇങ്ങനെ സൽക്കർമ്മങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന ആശങ്കയിലും ചിന്തയിലുമായിരിക്കും. അള്ളാഹു പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് പറയാൻ എളുപ്പമാണ്, കുറേ ചെയ്യണം, കുറേ പ്രവർത്തിക്കണം എന്ന് വാഴ്ന്നു പറയാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാനാണ് സഹോദരങ്ങളെ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കേണ്ടത്. ഈ കൂട്ടത്തിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. നാലാമത്തെ വിഭാഗം അവരാണ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് കിട്ടിയ ആളുകൾ എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇപ്പോഴേ റമളാനിൻ്റെ കർമ്മങ്ങൾ, ഇത്ര ഖുർആൻ പാരായണം, ഇത്ര സ്വതക്കകൾ, ഇങ്ങനെ ഓരോന്നും ഇബാദത്തുകൾ കൂടുതൽ ശ്രദ്ധിച്ച് അത് എന്ത് ചെയ്യണം, കഴിഞ്ഞ വർഷത്തേക്കാൾ ഇത്തവണ മുതലെടുക്കണം, ഇത്തവണ ഇഅ്തികാഫിൽ മുന്നിട്ട് നിൽക്കണം, അതല്ലെങ്കിൽ ഇത്തവണ രാത്രി ഇബാദത്തുകൾ കൂടുതൽ വർദ്ധിപ്പിക്കണം, അങ്ങനെ അതിൻ്റെ പിന്നാലെ അതിൻ്റെ ചിന്തയുമായി നടക്കുന്ന ആളുകൾ. ഇങ്ങനെ 4 വിഭാഗങ്ങളുണ്ട് സഹോദരങ്ങളെ ജനങ്ങൾക്കിടയിൽ. ഇതിൽ നാലാമത് പറഞ്ഞവരിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. ഇതിലേത് വിഭാഗത്തിലാണ് ഞാനും നിങ്ങളും എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക. ഓരോരുത്തരും പരിശോധിച്ച് നോക്കേണ്ടതാണ്. നമുക്ക് റമളാനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ എന്താണ് ചിന്ത? സാധാരണ എല്ലാ മാസവും ഉള്ളതുപോലെ തിന്നാനും കുടിക്കാനും പറ്റൂല, മൊത്തത്തിൽ ഒരു കെട്ടിക്കൊടുക്ക് എന്നാണോ നമ്മുടെ ചിന്ത എങ്കിൽ നമ്മൾ ഭയപ്പെടണം. അതല്ല, റമളാൻ വരുമ്പോൾ നമുക്ക് സന്തോഷമാണോ, ആഹ്ലാദമാണോ, സമാധാനമാണോ? അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനോട് അത് നിലനിർത്തി തരാൻ നമ്മൾ ദുആ ചെയ്യുക. കൂടുതൽ വർദ്ധിപ്പിച്ച് നൽകാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതാണ് സഹോദരങ്ങളെ വേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരിശുദ്ധ റമളാനിൻ്റെ ശ്രേഷ്ഠതയായിക്കൊണ്ട്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന സുഫിദത്തിശ് ശയാത്തീൻ വമറദത്തുൽ ജിന്നി. റമളാനിൻ്റെ ആദ്യത്തെ ദിവസം, ആദ്യത്തെ രാത്രി ആയിക്കഴിഞ്ഞാൽ പിശാചുക്കൾ, അതിലെ മുരട്ടന്മാർ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ, പിന്നെ അതിൽ നിന്ന് തുറക്കപ്പെടുകയില്ല. വഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, പിന്നെ ആ വാതിലുകൾ അടക്കപ്പെടുകയില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയ ശർരി അഖ്സിർ. നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നിട്ട് വരിക, തിന്മ ഉദ്ദേശിക്കുന്നവനെ നീ ചുരുക്കുക. വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അല്ലാഹു തആലക്ക് നരകത്തിൽ നിന്നും മോചിപ്പിക്കാൻ ചില ആളുകളുണ്ട് ഈ മാസത്തിൽ. വദാലിക കുല്ലു ലൈല, അതെല്ലാ രാത്രികളിലും ഉണ്ടാകും. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൻ്റെ ഈ മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മെ വഴിപിഴപ്പിക്കാൻ നമ്മുടെ മുഖ്യ ശത്രുവായ പിശാചുക്കൾ, അതിലെ അപകടകാരികൾ, ഉപദ്രവകാരികൾ, അവരെ അല്ലാഹു തആല ബന്ധിക്കുകയാണ്, അവരെ ചങ്ങലയിൽ ബന്ധിക്കുകയാണ്. പഴയതുപോലെയുള്ള അഴിഞ്ഞാട്ടം ഉണ്ടാവുകയില്ല. നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്നു, സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറന്നു വെക്കപ്പെടുന്നു. എന്തിനാണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്ന, അഥവാ സ്വർഗപ്രവേശനം നൽകുന്ന മാസമാണിത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വിളിച്ചു പറയും, നന്മ ഉദ്ദേശിക്കുന്നവനെ നീ മുന്നിട്ട് ചെല്ലുക, നീ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കരുത്, അലസനായിരിക്കരുത്, മുന്നിട്ട് കൂടുതൽ എന്താണോ ചെയ്യാൻ പറ്റുന്നത് നന്മകൾ, സൽക്കർമ്മങ്ങൾ, അത് വർദ്ധിപ്പിക്കുക നീ. ഇനി അതല്ല, തിന്മയാണോ ചെയ്യുന്നത്, ഈ പവിത്ര മാസത്തിൽ നീ അതിനെ ചുരുക്കുക, നീ അതിനെ പിടിച്ചു വെക്കുക.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എല്ലാ രാത്രിയിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് നരകമോചനം നൽകും. ഓരോ രാത്രിയിലും, എല്ലാ ദിവസവും അല്ലാഹു അങ്ങനെ ചില ആളുകളെ നരകമോചനം നൽകി അവർക്ക് സ്വർഗം വിധിക്കും. നോക്കൂ സഹോദരങ്ങളെ, എന്തുമാത്രം ശ്രേഷ്ഠതയുള്ള പ്രത്യേകതകളുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ മുന്നിട്ട് ചെല്ലാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞതുപോലെ ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹൂ. അള്ളാഹു പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറഞ്ഞില്ലേ, അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ കാരുണ്യവും ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. സന്തോഷിക്കാനുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഔദാര്യം നമ്മിലേക്ക് വന്നു കിട്ടുമ്പോൾ, അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മിലേക്ക് വന്നു കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. എങ്ങനെ റമദാൻ വരുമ്പോൾ നമുക്ക് പ്രയാസപ്പെടാൻ സാധിക്കും? റമദാൻ വരുമ്പോൾ സന്തോഷം കൂടുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇതാണ് അവസ്ഥ. റമദാനിൻ്റെ ആദ്യത്തെ രാത്രി മുതൽ അങ്ങോട്ട് പിന്നീട് അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യങ്ങൾ ഇങ്ങനെ ഇറങ്ങുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യം ഇങ്ങനെ ഇറങ്ങുകയാണ് ഭൂമിയിലേക്ക്, അവൻ്റെ അടിമകളിലേക്ക്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ മുന്നിട്ട് ചെല്ലുമ്പോൾ ഈ പറഞ്ഞതുപോലെ സന്തോഷത്തോടുകൂടി മുന്നിട്ട് ചെല്ലാൻ നമുക്ക് സാധിക്കണം. കാരണം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, റമദാനിലേക്ക് എത്തണം എന്ന് വിചാരിച്ച എത്രയോ ആളുകൾ റമദാൻ എത്തുന്നതിന് മുന്നേ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി പോയേക്കാം. ഈ പറയുന്ന ഞാനോ കേൾക്കുന്ന നിങ്ങളിൽ ആര് ബാക്കിയുണ്ടാകും നമുക്കറിയില്ല ആരാണ് ബാക്കി ഉണ്ടാവുക. നമുക്ക് റമദാൻ വന്ന് കിട്ടുമോ ഇല്ലയോ നമുക്കറിയില്ല. അങ്ങനെ റമദാനിന് വേണ്ടി ഒരുങ്ങി നിന്ന എത്രയോ ആളുകൾ, പലരും വിളിക്കുത്തരം നൽകിപ്പോയി, പലരും അതിന് കാത്തു നിൽക്കുന്നവരുണ്ടാകും. അല്ലാഹു അലം ആരാണ് ബാക്കി ഉണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ സന്തോഷത്തോടുകൂടി റമദാനിനെ വരവേൽക്കാൻ പരിശ്രമിക്കുക. അതുപോലെ തന്നെ തൗബ, ഇസ്തിഗ്ഫാർ അത് നമ്മൾ വർദ്ധിപ്പിക്കുക. പാപമോചന തേട്ടം. കാരണം ഒരുപാട് കുറവുകൾ, ന്യൂനതകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. തിന്മകൾ, പാപങ്ങൾ ഇബാദത്തുകൾക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തും. നമ്മുടെ തിന്മകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പാപങ്ങൾ, സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് ഇല്ലാതാക്കി കളയും. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ അദ്നബ്തു ദംബൻ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, 6 മാസക്കാലം എനിക്ക് രാത്രി നിസ്കാരം തടയപ്പെട്ടു എന്നാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞ വാക്കാണ്. ഒരൊറ്റ തെറ്റ് സംഭവിച്ചു പോയി, 6 മാസക്കാലം രാത്രി നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിച്ചില്ല എന്നാണ്. തിന്മകൾക്കുള്ള അനന്തര ഫലങ്ങളിൽപ്പെട്ടതാണത്. അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ഇല്ലാതാകും. നമ്മൾ പരിശോധിച്ച് നോക്കൂ, നമ്മൾ ചെയ്തു വരുന്ന കർമ്മങ്ങൾ ചെയ്യാതായി പോയിട്ടുണ്ടോ? നമ്മളൊന്ന് വീണ്ടും വിചാരം നടത്തിയാൽ എന്തെങ്കിലും ഒരു തെറ്റ്, എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും തീർച്ചയായും. തിന്മകൾ, പാപങ്ങൾ, സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖ് നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് റമദാനിനെ വരവേൽക്കുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് മുന്നിട്ട് ചെല്ലുക, ഞാനും നിങ്ങളും. കാരണം ഒരുപാട് കുറവുകൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ നമ്മുടെ കൈകളിലുണ്ടാകും, നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അള്ളാഹുവുമായി ബന്ധപ്പെട്ട അവനോടുള്ള ബാധ്യതകളിൽ എത്ര വീഴ്ചകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. കുല്ലു ബനി ആദമ ഖത്താഉൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആദമിൻ്റെ പുത്രൻ മനുഷ്യർ എല്ലാവരും ധാരാളം അബദ്ധങ്ങൾ പിണയുന്നവരാണ്. ഖത്താഉൻ എന്ന് പറഞ്ഞാൽ ധാരാളം തെറ്റുകൾ ചെയ്യുന്നവരാണ് എന്നാണ് അർത്ഥം. കുറച്ചല്ല, ധാരാളം ചെയ്യുന്നവരെന്നാണ് അർത്ഥം. വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ, അവരിൽ ഏറ്റവും നല്ല ആളുകൾ അഥവാ അബദ്ധം സംഭവിക്കുന്നവരിൽ ഏറ്റവും നല്ല ആളുകൾ, ഉത്തമർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാവണം. ഈ ഒരു മാസത്തിൻ്റെ വരവും ഇതിനെ വരവേൽക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷവും ആഹ്ലാദവും ഇപ്പോൾ നമുക്ക് കിട്ടിയില്ലെങ്കിൽ സഹോദരങ്ങളെ, ഇനി എപ്പോഴാണ് നമുക്ക് കിട്ടുക?
ഇതിനേക്കാൾ നല്ലൊരു മാസവും ഇതിനേക്കാൾ നല്ലൊരു സമയവും ഇനി വരാനുണ്ടോ? ഈ സമയത്ത് നമ്മുടെ ഹൃദയങ്ങൾക്ക് ചലനമുണ്ടായിട്ടില്ല എങ്കിൽ, ഈ സമയത്ത് ഞാനും നിങ്ങളും നമ്മുടെ പാപങ്ങളെ തൊട്ട് തൗബ ചെയ്യാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ, വീണ്ടും വിചാരം നടത്താതെ അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിനേക്കാൾ നല്ലൊരു സന്ദർഭം വേറെ ഏതാണ്? ഇതിനേക്കാൾ ഉത്തമമായ പവിത്രമായ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ ഇനി എപ്പോഴാണ് വരാനുള്ളത്? അതുകൊണ്ട് ആ കാര്യം ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, ഈ മാസം വന്ന് കിട്ടിയിട്ട് തൗബ ചെയ്യാതെ, ഇസ്തിഗ്ഫാർ ചെയ്യാതെ, പാപമോചനം ലഭിക്കാതെ ഒരാൾ ഈ മാസത്തോട് വിട പറയുകയാണെങ്കിൽ അവൻ നശിക്കട്ടെ, തുലയട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, റഗിമ അൻഫു റജുലിൻ, ഒരാൾ, ഒരു മനുഷ്യൻ അവൻ തുലയട്ടെ, അവൻ നശിച്ചു പോകട്ടെ. ആരാണ് ഈ പ്രാർത്ഥിക്കുന്നത്? റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമായി അള്ളാഹു പറഞ്ഞയച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഒരാൾ തുലഞ്ഞു പോട്ടെ. എന്താണ് അവൻ തുലയട്ടെ എന്ന് പറയാനുള്ള കാരണം? ദഖല അലൈഹി റമളാനു, അവനിലേക്ക് റമളാൻ സമാഗതമായി. സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു, അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതിന് മുന്നേ അവൻ ആ റമളാനിനോട് വിട പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ഒരു മാസം കിട്ടിയിട്ടും പവിത്രമായ ദിനരാത്രങ്ങൾ, ലൈലത്തുൽ ഖദർ ഉൾപ്പെടുന്ന ദിനരാത്രങ്ങൾ കിട്ടിയിട്ടും പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത ആളായിട്ടാണ് ശവ്വാലിൻ്റെ മാസപ്പിറവി കാണുന്നത് എങ്കിൽ അവൻ നശിച്ചു പോകട്ടെ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ എത്ര പേടിക്കണം സഹോദരങ്ങളെ. ഈ പ്രാർത്ഥനയുടെ പരിധിയിൽ നമ്മൾ പെട്ടുപോകുമോ? നമ്മൾ ഭയപ്പെടണ്ടേ? റമളാൻ വന്ന് കിട്ടിയിട്ടും നമ്മുടെ തൗബ നടന്നില്ലെങ്കിൽ, അള്ളാഹു നമുക്ക് പുറത്തു തന്നില്ല എങ്കിൽ, സാധാരണ കഴിഞ്ഞു പോകുന്നത് പോലെ അങ്ങനെ ദിവസങ്ങൾ, ദിനരാത്രങ്ങൾ കഴിഞ്ഞു പോവുകയാണെങ്കിൽ എത്ര ദൗർഭാഗ്യമായ അവസ്ഥയാണ്. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നല്ല പ്രാർത്ഥനക്കാണ് നമ്മൾ വിധേയരാവേണ്ടത്. അവിടുന്ന് ചില കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ചെയ്ത ആളുകൾക്ക് അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനയിലാണ് നമ്മൾ ഉൾപ്പെടേണ്ടത്. അതല്ലാതെ നശിച്ചു പോകട്ടെ എന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഉൾപ്പെട്ടു പോയാൽ എന്തായിരിക്കും അവസ്ഥ? അതിനേക്കാൾ ദൗർഭാഗ്യവാനായ ആരാണുള്ളത്? അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ പരിശുദ്ധ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്, ദുആ ചെയ്യേണ്ടതുണ്ട്. എന്താണ് ദുആ ചെയ്യേണ്ടത്? നമ്മുടെ നല്ലവരായ മുൻഗാമികൾ ചെയ്തതുപോലെ അവർ റമളാനിൻ്റെ 6 മാസങ്ങൾക്ക് മുന്നേ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അള്ളാഹുവേ റമളാനിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ, റമളാനിലേക്ക് നീ ഞങ്ങളെ എത്തിക്കണേ. മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണാം, 6 മാസം മുന്നേ പ്രാർത്ഥിക്കും, റമളാനിലേക്ക് എത്തിക്കണേ. റമളാൻ കഴിഞ്ഞാൽ വീണ്ടും 6 മാസം പ്രാർത്ഥന എന്തായിരിക്കും എന്നറിയോ? അള്ളാഹുവെ സ്വീകരിക്കണേ, റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കണേ. സുബ്ഹാനല്ലാഹ്. റമളാനിൻ്റെ 6 മാസം മുന്നേ റമളാൻ തന്നെ നമുക്ക് ഓർമ്മയുണ്ടോ സഹോദരങ്ങളെ? എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് ഇനിയും സമയമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുക, അള്ളാഹുവെ റമളാനിലേക്ക് എത്തിക്കണേ, റമളാനിലേക്ക് എത്തിക്കണേ എന്ന് നമ്മൾ ഒന്നാമതായി പ്രാർത്ഥിക്കുക. രണ്ടാമത്തെ പ്രാർത്ഥന, റമളാനിൽ സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് നൽകണേ. നേരത്തെ പറഞ്ഞതുപോലെ റമളാൻ എത്തി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലോ അള്ളാഹുവിൻ്റെ തൗഫീഖ് വേണം. അള്ളാഹു സഹായിക്കണം എന്നെയും നിങ്ങളെയും. എന്നാലേ നമുക്ക് റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏത് കാലത്തും അള്ളാഹു നമ്മെ സഹായിച്ചാലേ നമുക്ക് കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ ബാങ്ക് വിളി കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് പറയാറുള്ളത്? അതുപോലെ പറയും, ഹയ്യ അലൽ സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നാണ് പറയാറുള്ളത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ആ വിളിക്കുത്തരം നൽകണമെങ്കിൽ, ആ വിളിക്കുത്തരം നൽകാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ട് സാധിക്കൂല. പിന്നെയോ
ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു കഴിവും ഒരു ശക്തിയും ഇല്ല തന്നെ. അള്ളാഹു സഹായിക്കണം. എന്നാലേ നമുക്ക് നടന്ന് പള്ളിയിലെത്താൻ സാധിക്കുകയുള്ളൂ, എന്നാലേ നമുക്ക് മുസല്ലയിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബേ, റമളാനിൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നീ നൽകണേ. കേവലം റമളാൻ എത്തി എന്നിട്ട് റമളാനിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി അങ്ങനെ ദിവസങ്ങൾ തീരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവരുത്. മറിച്ച് നമ്മൾ അമലുകൾ ചെയ്യുന്ന അവസ്ഥയിലെത്തണം. നമുക്കും ചെയ്യാനുണ്ട്, ഒരുപാട് ചെയ്യാനുണ്ട് റമളാനിൽ. അതുകൊണ്ട് തൗഫീഖിനെ ചോദിക്കുക രണ്ടാമതായി. മൂന്നാമതായി സഹോദരങ്ങളെ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സ്വീകരിക്കണേ എന്ന് നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട്. മാത്രമല്ല, റമളാൻ കഴിയുമ്പോൾ പാപങ്ങൾ പൊറുക്കപ്പെട്ട അവസ്ഥയിൽ അള്ളാഹുവേ നീ എന്നെ ശവ്വാലിൽ എത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കണം. ഈ റമളാൻ കഴിയുമ്പോൾ അമലുകൾ സ്വീകരിക്കപ്പെട്ട, തൗബ സ്വീകരിക്കപ്പെട്ട, നരകമോചനം കിട്ടിയ, സ്വർഗപ്രവേശനം കിട്ടിയ ആളുകളിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്നിങ്ങനെ 3 രൂപത്തിൽ പ്രാർത്ഥിക്കാൻ പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഒന്ന്, റമളാനിലേക്ക് എത്തിക്കാൻ. രണ്ടാമത്തേത്, സൽക്കർമ്മങ്ങൾക്കുള്ള തൗഫീഖിനെ ചോദിച്ചുകൊണ്ട്. മൂന്നാമത്തേത്, അത് സ്വീകരിക്കണേ എന്ന പ്രാർത്ഥന. ഇങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ റമളാനിനെ വരവേൽക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റമളാനിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ ഈ റമളാനിൻ്റെ വ്യതിരിക്തത, ഈ റമളാനിൻ്റെ ശ്രേഷ്ഠത, ഈ റമളാനിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. എല്ലാവർക്കും നോമ്പ്, അതുകൊണ്ട് നമുക്കും നോമ്പ്. നാട്ടിൽ മൊത്തം നോമ്പാണ്, അതുകൊണ്ട് നമുക്കും നോമ്പ്. വീട്ടിലെല്ലാവർക്കും നോമ്പാണ്, അതുകൊണ്ട് നോമ്പ്. അങ്ങനെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ റമളാനിൻ്റെ പ്രത്യേകത നമ്മൾ തിരിച്ചറിയണം. ഏതൊരു കാര്യവും അതിൻ്റെ ശ്രേഷ്ഠതകൾ അറിയുമ്പോഴാണ് ഉൾക്കാഴ്ചയോടുകൂടി നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു കാര്യത്തെക്കുറിച്ചും നല്ല ബോധവും ബോധ്യവും കാഴ്ചപ്പാടും ഉണ്ടാവണം. എന്നാലേ നമുക്ക് ആത്മാർത്ഥമായി അതിൽ ഇടപെടാൻ സാധിക്കുകയുള്ളൂ. റമളാനിനെ കുറിച്ച്, റമളാനിൻ്റെ ശ്രേഷ്ഠതകൾ, പ്രത്യേകതകൾ നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധ റമളാനാണ് ഈ വരുന്നത്. റമളാനിന് അനേകം ശ്രേഷ്ഠതകളുണ്ട്, അനേകം പ്രത്യേകതകളുണ്ട്. അത് തിരിച്ചറിഞ്ഞ ഒരു മുസ്ലിമായിരിക്കണം നമ്മൾ. അതല്ലാതെ എല്ലാവരും ഓടുന്നു അപ്പം നമ്മളും കൂട്ടത്തിൽ ഇങ്ങനെ ഓടുക, അങ്ങനെയല്ല. അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അതിന് മാധുര്യമുണ്ടാവുക, അതിന് ആത്മാർത്ഥതയുണ്ടാകും. അതല്ലെങ്കിൽ ഒരു യാന്ത്രികമായ പ്രവർത്തനമായിരിക്കും. എല്ലാ റമളാനും വരും, അത്താഴം വയ്ക്കും, കിടന്നുറങ്ങും, അങ്ങനെ വൈകുന്നേരമാവും, നോമ്പോർക്കും, രാത്രി തറാവീക്ക് പോകണം, തറാവീ കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇങ്ങനെ ഒരു യാന്ത്രികമായ പ്രവർത്തനമല്ല, മറിച്ച് ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് റമളാനിനെ വരവേൽക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി ഹദീസുകളുണ്ട്, ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. അതുപോലെ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മനസ്സിലുള്ള എല്ലാവിധ രോഗങ്ങളും നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, സൗമു ശഹ്രി സബ്രി വസലാസതി അയ്യാമിൻ മിൻ കുല്ലി ശഹ്ർ യുദ്ഹിബിന വഹറ സദ്ർ. ക്ഷമയുടെ മാസമായ റമളാനിലെ നോമ്പും മാസത്തിലെ 3 നോമ്പും ഹൃദയത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ, വെറുപ്പ്, വിദ്വേഷം, പക പോലെയുള്ള കാര്യങ്ങളെ നീക്കിക്കളയും. ഈ നോമ്പ് കൊണ്ട്, റമളാൻ നമുക്ക് കിട്ടൽ കൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, ഹൃദയത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നീങ്ങണം. അതിന് നേരത്തെ നമ്മൾ തയ്യാറായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടില്ലേ, ആദ്യം ഉള്ളത് മാറ്റണം, എന്നിട്ട് പുതിയത് കൊണ്ടുവരണം. ഉള്ള കേടുകളൊക്കെ എടുത്ത് മാറ്റണം. നമ്മുടെ മനസ്സ് നന്നാവണമെങ്കിൽ മനസ്സിലുള്ള കളങ്കങ്ങളൊക്കെ നമ്മൾ മാറ്റാൻ തയ്യാറാവണം. നമ്മൾ തന്നെ എന്താക്കണം, അതിന് മെനക്കെടണം. അത്തഖ്ലിയ എന്ന് പറയും.
അഥവാ ഖാലിയാക്കണം, ഉള്ളതിനൊക്കെ മാറ്റണം, എല്ലാ കേടുകളും മാറ്റുക, പറഞ്ഞു തീർക്കാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കുക, സംസാരിച്ച് തീർക്കാനൊക്കെ സംസാരിച്ച് തീർക്കുക, വിട്ടുകൊടുക്കാനുള്ളതൊക്കെ വിട്ടുകൊടുക്കുക. ഇങ്ങനെ പരസ്പരമുള്ള പകയും വിദ്വേഷവും വെറുപ്പും ഒക്കെ നമ്മൾ മാറ്റിവെക്കുക. എന്നിട്ട് അതിനെ കർമ്മങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട്, നന്മകൾ കൊണ്ട് അലങ്കരിക്കുക. അത് നേരത്തെ നമ്മൾ തയ്യാറാവണം, നേരത്തെ അതിന് തയ്യാറാവണം. അതോടൊപ്പം സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. റമളാനിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ നോമ്പ് നോറ്റുകൊണ്ട് റമളാനിനെ വരവേൽക്കരുത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖദ്ദമു റമളാന ബിസൗമി യൗമിൻ വലാ യൗമൈൻ. റമളാനിനെ അതിൻ്റെ ഒരു ദിവസം മുന്നെയോ 2 ദിവസങ്ങൾക്ക് മുന്നെയോ നോമ്പ് നോറ്റുകൊണ്ട് നിങ്ങൾ വരവേൽക്കരുത്. എന്താണ് അതിൻ്റെ അർത്ഥം? നിരുപാധികമായി നോമ്പ് നോറ്റുകൊണ്ട് റമളാനിനെ വരവേൽക്കരുത്. ഇപ്പോൾ ശഅബാൻ 28, 29 ആ ദിവസങ്ങളിൽ നിരുപാധികം സുന്നത്ത് നോമ്പുകൾ എടുക്കേണ്ടതില്ല. ഇല്ലാ റജുലുൻ കാന യസൂമു സൗമൻ ഫല്യസുംഹു. ഒരാളൊഴികെ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ ഒഴികെ, അവർ സ്ഥിരമായി നോമ്പെടുത്ത് വരുന്നവരാണ്. ഇപ്പോൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സ്ഥിരമായി എടുക്കുന്നവരാണ്, അതല്ലെങ്കിൽ ശഅബാനിൽ നോമ്പ് വർദ്ധിപ്പിക്കുന്നവരാണ്, ഖളാ കൂട്ടിക്കൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ പറഞ്ഞ ദിവസങ്ങളിൽ എടുക്കാം, കുഴപ്പമില്ല. അതല്ലാതെ നിരുപാധികം എന്ത് ചെയ്യേണ്ടതില്ല? റമളാനിനെ വരവേൽക്കുമ്പോൾ അതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നോമ്പെടുക്കേണ്ടതില്ല. ആ ദിവസം സാധാരണ പോലെ റമളാനിന് വേണ്ടി ഒന്ന് ഒരുങ്ങുക ആരോഗ്യപരമായി. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിച്ചു തന്നിട്ട് പോയിട്ടുള്ളത് നോക്കൂ. റമളാനിനെ വരവേൽക്കുമ്പോൾ അതിൻ്റെ 1-2 ദിവസങ്ങൾക്ക് മുന്നേ നോമ്പെടുക്കേണ്ടതില്ല. റമളാനിനെ കാത്തിരിക്കുക. സാധാരണ നല്ല പണ്ഡിതന്മാർ പറഞ്ഞു, ഒരു ഉന്മേഷം കിട്ടാനും ആരോഗ്യമൊന്ന് ശരിയാക്കാനും ഒക്കെ അത് സഹായിക്കും. തുടർച്ചയായി അങ്ങനെ നോമ്പ് നോറ്റുകൊണ്ട് റമളാനിലേക്ക് പിന്നെ എത്തി അങ്ങനെ വേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മാസം കാണോ ഇല്ലയോ എന്ന് ശക്കുള്ള ദിവസം അന്ന് നോമ്പെടുക്കേണ്ടതില്ല. ഇന്ന് കാണോ ഇല്ലേ എന്ന് ഉറപ്പില്ല, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്ന നിലക്ക് നോമ്പെടുക്കരുത്. ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നാളെ ഒന്നാകുമോ എന്ന് കരുതി ഇന്ന് അത്താഴം കഴിച്ച് നോമ്പെടുക്കേണ്ടതില്ല. ഉറപ്പിച്ചാൽ മാത്രം, മാസം കണ്ടു എന്ന് ഉറപ്പ് കിട്ടിയാൽ മാത്രം നോമ്പെടുത്താൽ മതി. അത് സഹോദരങ്ങളെ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ മുൻനിർത്തി റമളാനിനെ വരവേൽക്കണമെന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് റമളാനിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ്? ഇത് ഷഹ്റുൻ മുബാറക് എന്നാണ്, അനുഗ്രഹീതമായ മാസം എന്നാണ്. യഥാർത്ഥത്തിൽ അനുഗ്രഹീതമായ മാസം തന്നെയാണ്. എന്താണ് മുബാറക്കുൻ, ബറക്കത്തുള്ളത് എന്ന് പറഞ്ഞാൽ അർത്ഥം? ബറക്കത്ത് എന്ന് പറഞ്ഞാൽ നന്മകളിലുള്ള വർധനവിനാണ് ബറക്കത്ത് എന്ന് പറയുക. ആ നന്മകൾ നിലനിൽക്കുക, അതിനാണ് ബറക്കത്ത് എന്ന് പറയുക. ഇതൊക്കെ ഒരുമിച്ച് ചേർന്നതാണ് പരിശുദ്ധ റമളാൻ മാസം. എന്തുകൊണ്ട്? റമളാൻ മാസം ഷഹ്റു തഖ്വ, തഖ്വയുടെ മാസമാണ്. അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്. പരിശുദ്ധ റമളാൻ കൊണ്ട്, റമളാൻ മാസം കൊണ്ട് ഒരാൾ തഖ്വയുള്ളവനായി തീരും. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ സാധിക്കുന്ന മാസമാണിത്. അതുകൊണ്ട് ഇത് ഷഹ്റു തഖ്വ. അതുപോലെ ഇത് ഷഹ്റു ദുആ, പ്രാർത്ഥനയുടെ മാസമാണ്. എന്തുകൊണ്ടാണ് പ്രാർത്ഥനയുടെ മാസമാണ് എന്ന് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസു ദഅവാതിൻ ലാ തുറദ്, 3 പ്രാർത്ഥനകൾ തള്ളപ്പെടുകയില്ല. ദഅവത്തുൽ വാലിദി വദഅവത്തുൽ സായിമി വദഅവത്തുൽ മുസാഫിരി, മാതാപിതാക്കളുടെ പ്രാർത്ഥന, നോമ്പുകാരൻ്റെ പ്രാർത്ഥന, യാത്രക്കാരൻ്റെ പ്രാർത്ഥന. വേറെ ചില റിവായത്തിൽ സലാസു ദഅവാതിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകപ്പെടും, ഉത്തരമുണ്ട്, ഉറപ്പാണ്, ഒരു സംശയവുമില്ല എന്ന് വന്നിട്ടുണ്ട്.
അപ്പം നോമ്പ് അല്ലാഹു തആല നോമ്പിൻ്റെ ആയത്തുകൾ പറയുന്നതിനിടയിലാണ് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്. എന്നെക്കുറിച്ച് എൻ്റെ അടിമകൾ ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവൻ ഉത്തരം നൽകാൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ള അർശിന് മുകളിലുള്ള അല്ലാഹു തആല അവൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും ഓരോ അടിമയുടെയും അടുത്ത് തന്നെയുണ്ട് എന്ന് അല്ലാഹു അറിയിക്കുകയാണ്. അല്ലാഹു അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്, അവൻ്റെ അർശിന് മുകളിലാണുള്ളത്. എന്നാൽ സൃഷ്ടികളോട് അവൻ്റെ അറിവുകൊണ്ടും കഴിവുകൊണ്ടും സമീപത്ത് തന്നെയുണ്ട്. കേൾക്കാൻ, കാണാൻ, നിരീക്ഷിക്കാൻ, അറിയാൻ. അതുകൊണ്ട് ഇത് പ്രാർത്ഥനയുടെ മാസമാണ്. നോമ്പുകാരന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടും. നോമ്പിൽ പ്രവേശിച്ചത് മുതൽ സഹോദരങ്ങളെ എന്തൊരു ഓഫറാണിത് നോക്കൂ. നോമ്പ് തുടങ്ങിയത് മുതൽ നമുക്ക് പ്രാർത്ഥന, അതിന് തൗഫീഖ് കിട്ടുമോ എന്ന് നമ്മൾ പേടിച്ചാൽ മതി. ഉത്തരത്തിൻ്റെ കാര്യത്തിൽ ബേജാറാവേണ്ടതില്ല. കാരണം ഉത്തരം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഷഹ്റുദ്ദുആ, പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം എന്നതാണ് നമ്മുടെ ബാധ്യത. അതുപോലെ ഇത് ഷഹ്റുൽ മഗ്ഫിറ, പാപമോചനത്തിൻ്റെ മാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലവാത്തുൽ ഖംസു വൽ ജുമുഅതു ഇലൽ ജുമുഅതി വറമളാനു ഇലാ റമളാൻ. 5 നേരത്തെ നിസ്കാരങ്ങൾ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, മുകഫിറാത്തുൻ മാ ബൈനഹുന്ന ഇദജ്തനബൽ കബായിർ. ഒരാൾ വൻപാപങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാളുടെ ചെറുപാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. 5 നേരത്തെ നിസ്കാരങ്ങൾ, സുബഹി നിസ്കരിച്ചു, ദുഹറിനിടയിലുള്ള സമയങ്ങളിൽ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾക്ക് അത് മതിയായതാണ്. അള്ളാഹു പുറത്തു തരും. നിരുപാധികം വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ദുഹർ മുതൽ അസ്ർ വരെ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചു പോയാൽ അള്ളാഹു അത് പുറത്തു വരും. അങ്ങനെ 5 നേരത്തെ നിസ്കാരങ്ങൾക്കിടയിൽ പാപമോചനമുണ്ട്. ചെറിയ ചെറിയ പാപങ്ങൾ അള്ളാഹു പുറത്തു വരും. വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. വൻപാപങ്ങൾ എന്ന് പറഞ്ഞാൽ 7 വൻപാപങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ 7 മാത്രമല്ല, 70 മുതൽ 700 വരെയുണ്ട് എന്ന് സഹാബികൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞതായി കാണാം. വൻപാപങ്ങൾ എന്നത് ധാരാളമുണ്ട്. ഏതൊക്കെയാണത് എന്ന് കേട്ടാൽ നമ്മൾ നെട്ടിപ്പോകും. പലപ്പോഴും നമ്മൾ നിസാരമായി കാണുന്ന പലതും വൻപാപങ്ങളിൽ എണ്ണപ്പെട്ടിട്ടുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. വൻപാപങ്ങൾ ഇല്ലാതിരുന്നാൽ, പറഞ്ഞതിൻ്റെ ചുരുക്കം, അള്ളാഹു 5 നേരത്തെ നിസ്കാരങ്ങൾക്കിടയിലുള്ള നമ്മുടെ ചെറുപാപങ്ങൾ പുറത്തു തരും. ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഈ വെള്ളിയാഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച, അതിനിടയിലുള്ള ചെറുപാപങ്ങൾ അള്ളാഹു പുറത്തു തരും. വൻപാപങ്ങൾ ചെയ്യാതിരുന്നാൽ മതി. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ. അങ്ങനെ സഹോദരങ്ങളെ, ഇത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. നേരത്തെ നമ്മൾ കേട്ടില്ലേ, എല്ലാ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കും. അതുപോലെ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും ഈമാനോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ റമളാനിൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. വിശ്വാസം ഉണ്ടായിരിക്കണം, അള്ളാഹു എനിക്ക് നിർബന്ധമാക്കിയതാണ് എന്ന ഈമാൻ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം, ആരെയും കാണിക്കാനോ ആരെയെങ്കിലും ബോധിപ്പിക്കാനോ ഒന്നുമല്ല, റബ്ബിൻ്റെ പ്രതിഫലം. ഇങ്ങനെ ഒരാൾ റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ പാപങ്ങൾക്ക് അത് പ്രായശ്ചിത്തമാണ്. അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ എന്നത് മഗ്ഫിറത്തിൻ്റെ മാസമാണ്. അതുപോലെ തന്നെ റമളാൻ എന്നത് സദഖയുടെ, ദാനധർമ്മങ്ങളുടെ, ഉദാരതയുടെ മാസമാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സഹാബികൾ പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരതയുള്ള വ്യക്തിത്വമായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ റമളാന ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ റമളാനിൽ അവിടുന്ന് ധാരാളം ഉദാരത സ്വതക്കകൾ നൽകുന്ന അവസ്ഥയിലായിരിക്കും. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനർ റീഹിൽ മുർസല, അയച്ചുവിട്ട കാറ്റിനേക്കാൾ വേഗതയിലായിരിക്കും. ഒരുപാട് അവിടുന്ന് കൊടുക്കും. ഇത് സ്വതക്കയുടെ അങ്ങനെയുള്ള മാസമാണ്. ഇനിയോ റമളാൻ എന്നത് ഷഹ്റു ദിക്ർ, ദിക്റിൻ്റെ മാസമാണിത്. നമുക്ക് സാധാരണഗതിയിൽ രാവിലെ ദിക്റുകൾ ചൊല്ലാനുണ്ട്, വൈകുന്നേരം ദിക്റുകൾ ചൊല്ലാനുണ്ട്. നേരം പുലരുമ്പോൾ എഴുന്നേറ്റത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ വരെ, അല്ല ഉറക്കം ഞെട്ടിയാൽ വരെ നമുക്ക് ദിക്റുകൾ ചൊല്ലാനുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തിൽ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ദിക്റുകൾ നമുക്ക് ചൊല്ലാനുണ്ട്. റമളാനിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ദിക്റിൻ്റെ മാസമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അയ്യുൽ ജിഹാദി അഅ്ളമു അജ്റാ. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടത്തിൽ ഏറ്റവും പ്രതിഫലം കിട്ടുന്ന പോരാട്ടം ഏതാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. ആ പ്രവർത്തനത്തിൽ ആരാണോ അള്ളാഹുവിനെ കൂടുതലായി ദിക്ർ ചെയ്യുന്നത് അവർക്കാണ് ഏറ്റവും മഹത്തരമായ പ്രതിഫലമുള്ളത്. വന്ന വ്യക്തി ചോദിച്ചു, ഫഅയ്യു സായിമീന അഅ്ളമു അജ്റാ. നോമ്പുകാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ആളുകൾ ആരാണ്? അവിടുന്ന് പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. നോമ്പുകാരിൽ അള്ളാഹുവിനെ ഏറ്റവും നന്നായി ധാരാളം ദിക്ർ ചെയ്യുന്നത് ആരാണോ അവർക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. സഹാബി പറയുകയാണ്, സുമ്മ ദക്കറ ലന സ്വലാത്ത വസ്സകാത്ത വൽ ഹജ്ജ വസ്സദഖത. ആ വന്ന വ്യക്തി നിസ്കാരത്തെക്കുറിച്ച് ചോദിച്ചു, ജക്കാത്തിനെ കുറിച്ച് ചോദിച്ചു, ഹജ്ജിനെ കുറിച്ച് ചോദിച്ചു, സദഖയെക്കുറിച്ച് ചോദിച്ചു. ഏത് ചോദ്യം ചോദിച്ചപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സറുഹും ലില്ലാഹി തബാറക വ തആല ദിക്റ. ഈ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ ധാരാളമായി ദിക്ർ ചെയ്തുകൊണ്ട് ആ ഇബാദത്ത് ചെയ്യുന്നത് ആരാണോ അവർക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. അപ്പോൾ നോക്കൂ, നോമ്പുകാർ ദിക്റുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള നോമ്പുകാർക്ക് കൂടുതൽ മറ്റുള്ളവരെക്കാൾ പ്രതിഫലം കിട്ടും. നോമ്പിൻ്റെ സമയത്ത് പ്രത്യേകം ദിക്റുകൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, അവർ പലപ്പോഴും ഒരു ഉച്ച കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലായിരിക്കും. അതിന് അവർക്ക് നിയ്യത്തുണ്ടെങ്കിൽ അള്ളാഹു പ്രതിഫലം നൽകും, യാതൊരു സംശയവും വേണ്ടതില്ല. അവർ നല്ല നിയ്യത്തോടുകൂടി ഉദ്ദേശശുദ്ധിയോടുകൂടി അത് ചെയ്താൽ അവർക്കതിന് പ്രതിഫലമുണ്ട്. അതോടൊപ്പം സ്ത്രീകൾ, ഉമ്മമാർ, സഹോദരിമാർ റമളാനിൻ്റെ പകലിൽ അടുക്കളയിൽ ഈ പറഞ്ഞ ജോലികളിൽ ഏർപ്പെടുമ്പോഴും അവരുടെ നാവുകളിൽ ദിക്റുകൾ ഉണ്ടാവട്ടെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എണ്ണവും കണക്കുമില്ലാതെ ചൊല്ലാം. അതിങ്ങനെ നാവിൽ ഉണ്ടാവട്ടെ. എത്രയായിരിക്കും? എത്ര സമയമുണ്ട്? അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഇങ്ങനെയുള്ള ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അവർ ജോലികൾ ചെയ്തു കൊള്ളട്ടെ. അതുകൊണ്ട് പല ഉപകാരവുമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന നോമ്പുകാരിൽ ഉൾപ്പെടാം. രണ്ടാമത്തത്, പൊതുവേ ഒരു മുഅ്മിൻ കൽപ്പിക്കപ്പെട്ടതാണ് ദിക്റുകൾ കൊണ്ട് നാവ് പച്ച പിടിച്ചതായിരിക്കണം ഒരു മുഅ്മിനിൻ്റെ.
അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ട് ഹൃദയത്തിന് സമാധാനം, ആശ്വാസം ഒക്കെ ലഭിക്കും. ജോലികളൊക്കെ എളുപ്പമാവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതുപോലെ അതിനേക്കാളൊക്കെ ഉപരി നാവിനെ സംരക്ഷിക്കാൻ പറ്റും. ഗീബത്ത്, നമീമത്ത് പോലെയുള്ള തെറ്റുകൾ, തിന്മകൾ വരാതെ ശ്രദ്ധിക്കാൻ പറ്റും. അല്ലെങ്കിൽ നാലാൾ ഒരുമിച്ചുകൂടി എന്ത് സംഭവിക്കും? ആളുകളുടെ പച്ചിറച്ചി തിന്നുന്ന അവസ്ഥയിലായിരിക്കും. വെറുതെ പറയും, ഉള്ള തന്നെ ആയിരിക്കും, ഉള്ള കാര്യം തന്നെ ആയിരിക്കും. പക്ഷേ ഒരു പക്ഷെ അത് ഗീബത്തായേക്കാം, അതല്ലെങ്കിൽ നമീമത്തായേക്കാം. അപ്പം അതിൽ നിന്നൊക്കെ നമ്മുടെ നാവുകൾ സംരക്ഷിക്കാൻ അതുകൊണ്ട് സഹായിക്കും. പറഞ്ഞതിൻ്റെ ചുരുക്കം സഹോദരങ്ങളെ, ദിക്റുകൾ വർദ്ധിപ്പിക്കേണ്ട ദിക്റിൻ്റെ മാസമാണിത്. കൂടുതൽ ദിക്റുകൾ ചൊല്ലാൻ നമ്മൾ തയ്യാറാവണം. പ്രത്യേകിച്ച് രാവിലത്തെ ദിക്റുകൾ, രാവിലെ പ്രഭാതത്തിൽ ചൊല്ലേണ്ട ദിക്റുകളുണ്ട്. ഇന്ന് അൽഹംദുലില്ലാ നമുക്ക് മൊബൈലുകളിൽ ആപ്പ് ലഭിക്കും, അതല്ലെങ്കിൽ ചെറിയ പുസ്തകമായി കിട്ടും. രാവിലെ ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകൾ സാന്ദർഭികമായി ഉണർത്തട്ടെ, നമ്മളത് ചൊല്ലണം. അത് നമുക്കുള്ള സംരക്ഷണമാണ്. എല്ലാ കാലത്തും, പ്രത്യേകിച്ച് റമദാനിൽ ശ്രദ്ധിക്കുക. അത് സുബഹിന് ശേഷമാണ് ഉത്തമമായ സമയം. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ ചൊല്ലാനുണ്ട്. അസ്റിന് ശേഷം, അസ്ർ നിസ്കാര ശേഷം നമുക്കത് ചൊല്ലാവുന്നതാണ്. വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ മുറ പോലെ നിർവഹിക്കാൻ ശ്രദ്ധിക്കുക, പ്രത്യേകിച്ച് റമദാനിൽ. അതുപോലെ തന്നെ നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു കാര്യമാണത്. നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, പിന്നെ അത് കൊണ്ടുപോകും. അല്ല, ചില പണ്ഡിതന്മാർ പറഞ്ഞു, തിരക്കുണ്ടെങ്കിൽ പോയിക്കോട്ടെ, പക്ഷേ ദിക്റുകൾ ചൊല്ലണം. ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നടന്നു പോയിക്കൊള്ളുക, ദിക്റുകൾ ഉപേക്ഷിക്കരുത്. അതുപോലെ സഹോദരങ്ങളെ, ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ അത് നമ്മൾ ശ്രദ്ധിക്കുക, എല്ലാ കാലം ശ്രദ്ധിക്കണം. നോമ്പിന്, റമദാനിന് പ്രത്യേകം. റമദാനിന് പലപ്പോഴും അത് നഷ്ടപ്പെട്ടു പോവാറുണ്ട്. എന്തുകൊണ്ടാണ്? തറാവീഹ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു സമയവും, പിന്നെ നേരെ ഡും എന്നിട്ട് ഒറ്റ വീഴലാണ്. കുറച്ച് നേരം എഴുന്നേക്കണ്ടല്ലേ. അപ്പോൾ ഒരു സ്ഥിരമായ ഉറക്ക്, ഒരു തുടർച്ചയായ ഉറക്കില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെയല്ല, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ പറഞ്ഞ വുദൂ എടുത്ത് ദിക്റുകൾ ചൊല്ലി, ആയത്തുൽ കുർസി പാരായണം ചെയ്ത്, അൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ പാരായണം ചെയ്ത്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33, 33, 34 ഇതൊക്കെ ചൊല്ലി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ തുടങ്ങി ദിക്റുകൾ ചൊല്ലി ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ 4 സമയങ്ങളിലുള്ള ദിക്റുകൾ ആരാണോ മുറ പോലെ നിർവഹിക്കുന്നത്, അയാളെ അല്ലാഹു തആല ധാരാളമായി അവനെ ദിക്ർ ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തും എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ. ഈ 4 സമയങ്ങളിലുള്ള, 4 സന്ദർഭങ്ങളിലുള്ള ദിക്റുകൾ എന്നത് വളരെ മഹത്തരമായ ദിക്റുകളാണ്. പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. ഈ ദിക്റുകൾ കൊണ്ട് ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് സഹോദരങ്ങളെ, റമദാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ കൂടുതൽ ശ്രേഷ്ഠതകൾ ലഭിക്കുന്ന, കൂടുതൽ പ്രതിഫലം കരസ്ഥമാക്കുന്ന നോമ്പുകാരായി നമുക്ക് മാറാം. റമദാൻ എന്നത് അങ്ങനെ വറ്റി വരണ്ട് ജീവിക്കേണ്ട ഒരു സമയമല്ല. പക്ഷെ നാവ് എപ്പോഴും പച്ച പിടിച്ചുകൊണ്ടേയിരിക്കണം. ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും വരണ്ടു പോയിട്ടുണ്ടെങ്കിലും ദിക്റുകൾ കൊണ്ട് പച്ച പിടിപ്പിക്കാം. അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അതുപോലെ സഹോദരങ്ങളെ, റമദാൻ എന്നത് ഷഹ്റു സബുർ, ക്ഷമയുടെ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തെ സൗമു ഷഹ്രി സബുർ എന്ന് വിശേഷിപ്പിച്ചു. ക്ഷമയുടെ മാസത്തിലെ നോമ്പ്, ഇത് ക്ഷമയുടെ മാസമാണ്. എന്തുകൊണ്ടാണ് ഇത് ക്ഷമയുടെ മാസമാണെന്ന് പറയാനുള്ള കാരണം, ക്ഷമ എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണ്? ഒന്നാമത്തെ കാര്യം, അള്ളാഹു കൽപ്പിച്ചത് ചെയ്യാൻ ക്ഷമ വേണം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ചെയ്യാൻ ക്ഷമ വേണം. രണ്ടാമത്തെ ഇനം, അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ വേണം. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ അതിൽ ക്ഷമ വേണം, ഖദറിൽ ക്ഷമ വേണം. അത് ചിലപ്പോൾ നമുക്ക് വേദനാജനകമായ
പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളായിരിക്കാം. ഇതിലൊക്കെ ക്ഷമ വേണം. ഇതാണ് ക്ഷമയുടെ അടിസ്ഥാനം. എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹു പറഞ്ഞത് അനുസരിക്കാനുള്ള ക്ഷമ വേണം. അള്ളാഹു വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ വേണം. പിന്നെ മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഖലാ ഖദർ, അള്ളാഹുവിൻ്റെ വിധി തീരുമാനങ്ങൾ. അത് ഒരുപക്ഷെ നമുക്ക് പ്രയാസമുണ്ടാക്കുന്നതായിരിക്കാം, അതിലും നമ്മൾ ക്ഷമിക്കണം. ഇതാണ് ക്ഷമ എന്ന് പറഞ്ഞാൽ. പരിശുദ്ധ റമളാനിൽ ഇത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഒന്ന്, റമളാനിൽ നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഇബാദത്തുകളൊക്കെ ചെയ്യുന്നത്. അതിനെന്ത് വേണം? ക്ഷമ വേണം. റമളാൻ നോമ്പെടുക്കാൻ ക്ഷമ വേണം. ആ നോമ്പ് നോറ്റ് ഇബാദത്തുകൾ ചെയ്യാൻ ക്ഷമ വേണം. അതേപോലെ അള്ളാഹു പറഞ്ഞതിൽ നിന്ന് മാറി നിൽക്കാൻ, വിലക്കിയതിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് ക്ഷമ വേണം. അതേ, നോമ്പുകാരനോട് അള്ളാഹു പലതും വിലക്കിയിട്ടുണ്ട്. ഭക്ഷണപാനീയങ്ങൾ വിലക്കിയിട്ടുണ്ട്. അതുപോലെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ലൈംഗിക ഇച്ഛകൾ, ഇതൊക്കെ അള്ളാഹു വിലക്കിയിട്ടുണ്ട് ഒരു നിശ്ചിത സമയത്തേക്ക്. അതുപോലെ അള്ളാഹു തആല പല കാര്യങ്ങളും പൊതുവേ വിലക്കിയ ഹറാമായ കാര്യങ്ങൾ, ഇതിൽ നിന്നൊക്കെ നോമ്പുകാരൻ വിട്ടു നിൽക്കണം. അതിനെന്ത് വേണം? ക്ഷമ വേണം. മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഖദർ. ഇപ്പോൾ നോമ്പിൽ വിശപ്പും ദാഹവും ഉണ്ടാവും. നല്ല ദാഹവും നല്ല വിശപ്പൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ചൂട് കൂടുമ്പോൾ. അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, വിധിയാണ്. അത് നമുക്ക് പ്രയാസമുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിന് ക്ഷമിച്ചുകൊണ്ട് നമ്മൾ കീഴടങ്ങുന്നു. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത് ഷഹ്റു സബുറാണ്. റമളാൻ മാസം എന്നത് ഷഹ്റു സബുറാണ്, ക്ഷമയുടെ മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മൾ റമളാനിനെ വരവേൽക്കണം. നിറഞ്ഞ മനസ്സോടെ, സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ. നമ്മൾ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരതിഥി നമ്മിലേക്ക് കടന്നു വരുന്നത് പോലെ നമ്മൾ ഈ റമളാനിനെ വരവേൽക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ്? ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് രണ്ടുപേർ ഇസ്ലാമിലേക്ക് വന്നു, മുസ്ലിമീങ്ങളായി. വസ്തുഷഹിദ അഹദുഹുമ, അതിൽ ഒരാൾ ഷഹീദായി, ഒരാൾ വഫാത്തായിപ്പോയി, ഷഹീദായിപ്പോയി. വഉഖിറൽ ആഖറു സനതൻ, രണ്ടാമത്തെ ആൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വഫാത്താവുന്നത്, മരണപ്പെടുന്നത്. തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് ഈ രണ്ടുപേരെ സ്വപ്നം കണ്ട കാര്യം പറഞ്ഞു. ഈ രണ്ടുപേരെയും അവിടുന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അവർ രണ്ടുപേരും സ്വർഗത്തിലാണ് എന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അദ്ദേഹം പറയുകയാണ്, ഫഉരീതുൽ ജന്നത ഫറഅയ്തുൽ മുഅഖറ മിൻഹുമാ ഉദ്ഖില ഖബ്ല ഷഹീദ്. ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കഴിഞ്ഞ് വഫാത്തായ ആൾ ആദ്യം സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ഫതഅജ്ജബ്തു ലിദാലിക, അദ്ദേഹം പറയുകയാണ്, അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം ഷഹീദാണല്ലോ കൂടുതൽ ശ്രേഷ്ഠനായ വ്യക്തി. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് സാധാരണ വഫാത്തായ ഒരാൾ അദ്ദേഹത്തെക്കാൾ മുൻകടന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ കാരണം? ഫഅസ്ബഹതു, നേരം പുലർന്നപ്പോൾ, ഫദക്കർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തൽഹ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യം പറഞ്ഞു, ഈ വിഷയം പറഞ്ഞു. നബിയെ, എങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, ഈ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെയാണ് സംഭവം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈസ ഖദ് സാമ ബഅദഹു റമളാൻ, ഷഹീദായ വ്യക്തിയേക്കാൾ ഒരു വർഷം കഴിഞ്ഞ് വഫാത്തായ വ്യക്തി ഒരു റമളാനിൽ നോമ്പെടുത്തില്ലയോ? വസല്ലാ 6000 റക്അത്തിൻ ഔ കദാ വകദാ റക്അത്തൻ സ്വലാത്ത സന, 6000-ഓളം വരുന്ന റക്അത്തുകൾ അദ്ദേഹം നിസ്കരിച്ചില്ലേ? അതുപോലെയുള്ള നിസ്കാരങ്ങൾ അദ്ദേഹം നിർവഹിച്ചില്ലേ? അതുകൊണ്ട് ഷഹീദിനേക്കാൾ അദ്ദേഹത്തിന് ശ്രേഷ്ഠത കിട്ടിയതാണ്. നോക്കൂ നിങ്ങൾ, ഒരു റമളാൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു റമളാൻ കിട്ടി, ആ റമളാൻ മുതലെടുത്ത് കഴിഞ്ഞാൽ ശുഹദാക്കളുടെ അഥവാ ഷഹീദായ വ്യക്തിയേക്കാൾ അള്ളാഹു കൂടുതൽ പ്രത്യേകത നൽകി ആദരിച്ചു എന്നാണ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്,
അള്ളാഹുവിൻ്റെ നിഅമത്താണിത്, അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ഈ പറഞ്ഞ പ്രത്യേകതകളൊക്കെ ഉള്ള പരിശുദ്ധ റമദാനിനെ എങ്ങനെ നമ്മൾ നിറഞ്ഞ മനസ്സോടെ വരവേൽക്കാതിരിക്കും? എങ്ങനെ നമുക്ക് അലസമായി കഴിഞ്ഞുകൂടാൻ സാധിക്കും? എങ്ങനെ നമുക്ക് സാധാരണ ദിവസം പോലെ ഒരു പ്രത്യേകത, ഒരു ശ്രേഷ്ഠത ഒന്നും കാണാതെ ഇങ്ങനെ വന്നു പോയി എന്ന നിലക്ക് പറഞ്ഞേക്കാൻ എങ്ങനെ സാധിക്കും? നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് റമദാനിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. ഈ പറഞ്ഞ രൂപത്തിൽ, നല്ല രൂപത്തിൽ ഒരുങ്ങേണ്ടതുണ്ട്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ നമുക്ക് നിർബന്ധമാക്കിയത് നോമ്പാണ്. എന്താണ് സൗം? നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സൗം എന്ന് പറഞ്ഞാൽ അൽ ഇംസാക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം, പിടിച്ചു വെക്കുക. അൽ ഇംസാക്ക് എന്ന് പറഞ്ഞാൽ പിടിച്ചു വെക്കുക എന്നാണ് അർത്ഥം, ഭാഷാർത്ഥം. ശർഈയായ അർത്ഥം, ശർഈൽ സൗം എന്ന് പറഞ്ഞാൽ പ്രത്യേക നിയത്തോടുകൂടി ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലാഹു തആല നോമ്പിനെ മുറിച്ചു കളയുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുക എന്നതാണ് നോമ്പ്, സൗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ ശരീരത്തെയും മനസ്സിനെയും പിടിച്ചു വെക്കുക. ഭക്ഷണം, പാനീയം, അതുപോലെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും മനസ്സിനെയും ശരീരത്തെയും പിടിച്ചു വെക്കുക എന്നതാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നമുക്ക് മാത്രമല്ല നിർബന്ധമാക്കിയിട്ടുള്ളത്, ഈ ഉമ്മത്തിന് മാത്രമല്ല, മറിച്ച് അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടി. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു, അതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മാത്രം അല്ല നോമ്പ് കൊണ്ട് പരീക്ഷിച്ചത്, പിന്നെയോ മുൻഗാമികൾക്കും നോമ്പുണ്ടായിട്ടുണ്ട്, മുൻഗാമികളും നോമ്പ് നോറ്റിട്ടുണ്ട്. എന്തിനാണ് അല്ലാഹു തആല നോമ്പ് നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നമ്മൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയാണ്, നമ്മുടെ ജീവിതം നന്നാവാൻ വേണ്ടിയാണ്, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരായി തീരുവാൻ വേണ്ടിയിട്ടാണ്. നോമ്പിൻ്റെ ശ്രേഷ്ഠതകൾ നമ്മൾ ഒരുപാട് കേട്ടു. ചില ഹദീസുകൾ നമുക്ക് കേൾക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് പറഞ്ഞാൽ ആ ഹദീസിന് ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക, ഖുദ്സിയായ ഹദീസ് എന്നാണ് പറയുക. അല്ലാഹു പറഞ്ഞു, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ല സൗമ, മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും അവനുള്ളതാണ്, നോമ്പൊഴികെ. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവനുള്ളതാണ്, മനുഷ്യൻ എന്നുള്ളതാണ്, നോമ്പൊഴികെ. എന്താണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള കർമ്മങ്ങളൊക്കെ നമ്മിലേക്ക് ചേർത്തി പറയുകയാണ്. നോമ്പ് അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞു. ഫഇന്നഹു ലീ, എന്തുകൊണ്ടാണ് നോമ്പൊഴികെ എന്ന് പറഞ്ഞത്? നോമ്പ് എനിക്കുള്ളതാണ്. വ അന അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുക. എന്താണ് സഹോദരങ്ങളെ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ ഏത് പ്രവർത്തനം ചെയ്താലും ഏത് കർമ്മം ചെയ്താലും അതൊക്കെ സ്വീകരിച്ച് പ്രതിഫലം നൽകേണ്ടത് ആരാണ്? അള്ളാഹുവാണ്. വേറൊരാളും തന്നെ ഇല്ല, വേറൊരു സൃഷ്ടിയും ഒരു പടപ്പുമില്ല. അള്ളാഹു തന്നെയാണ് നമുക്ക് പ്രതിഫലം നൽകേണ്ടത്, സ്വീകരിക്കുകയും ചെയ്യേണ്ടത്. അള്ളാഹു തആല കർമ്മങ്ങൾ, മറ്റുള്ള എല്ലാ കർമ്മങ്ങളും എടുത്തു പറഞ്ഞു, നോമ്പിനെ മാത്രം അതിൽ നിന്ന് മാറ്റിവെച്ചു. എന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ പറഞ്ഞു, നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും സ്ഥാനമുണ്ട്, നോമ്പിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും പവിത്രതയുണ്ട്.
ഫഇന്നഹു ലീ എന്ന് പറഞ്ഞല്ലോ, അതെനിക്കുള്ളതാണ്. എല്ലാ കർമ്മങ്ങളും നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യുന്നതാണ്? റബ്ബിന് വേണ്ടിയിട്ടാണ്, റബ്ബിൻ്റെ വജു ഉദ്ദേശിച്ചാണ്. പക്ഷെ നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞെന്തുകൊണ്ട്? നോമ്പിൽ ഒരടിമയുടെ ഇഖ്ലാസ്, നിഷ്കളങ്കമായ നിയ്യത്ത് പ്രകടമാകും. എങ്ങനെ? നോമ്പ് ഒരടിമക്കും അള്ളാഹുവിനും മാത്രം അറിയുന്ന ഇബാദത്താണ്. ഇപ്പം നോമ്പാണ്, റമദാനിൻ്റെ പകലാണെന്ന് വിചാരിക്കാം. നോമ്പുകാരനായി ഒരാൾ വന്നാൽ നമുക്ക് പുറമേ നിന്ന് നോമ്പുകാരനാണെന്ന് വിലയിരുത്താം. അയാൾ വെള്ളം കുടിച്ചോ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും നമുക്ക് അറിയുകയില്ല. ഒരാളുടെ ഇഖ്ലാസ് അതേറ്റവും നന്നായി അള്ളാഹുമായി ബന്ധിക്കപ്പെട്ട ഒരു ഇബാദത്താണ് ഏത്? നോമ്പ്. നിസ്കാരം നമ്മൾ കാണും, ഒരാൾ നമ്മളെ തൊട്ടിപ്പുറം നിസ്കരിക്കുകയാണ്, 4 റക്അത്തുള്ളത് 3 നിസ്കരിച്ചാൽ നമുക്ക് തിരിയും, അയാൾ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ അധികരിപ്പിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഏത് ഇബാദത്തും അങ്ങനെയാണ്. പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരാൾ ഒറ്റക്കായി, ആരോരുമില്ല, വെള്ളമുണ്ട് കുടിക്കാൻ, വീട്ടിലെ ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണമുണ്ട്, ശാരീരികമായ മാനസികമായ ആഗ്രഹങ്ങളുണ്ട്, ഭാര്യ അടുത്തുണ്ട്. പക്ഷെ ഒരാളും നോമ്പ് മുറിക്കുന്ന ഒരു പണി എടുക്കില്ല. എന്തുകൊണ്ട് എടുക്കില്ല? ആര് കണ്ടിട്ടില്ലെങ്കിലും, ആര് കേട്ടിട്ടില്ലെങ്കിലും, ആരറിഞ്ഞിട്ടില്ലെങ്കിലും അള്ളാഹു അറിയും എന്ന ചിന്ത ഒരടിമയുടെ മനസ്സിൽ കടന്നു വരും. അതുകൊണ്ട് അള്ളാഹു നോമ്പിന് പ്രത്യേകത നൽകിയിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നോക്കൂ നിങ്ങൾ, നോമ്പ് എന്നത് വളരെ അത്ഭുതകരമാണ്. ഏറ്റവും നല്ല ഇഖ്ലാസോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ് നോമ്പ്. അതിൽ അള്ളാഹുവിനുള്ള നിഷ്കളങ്കത്വത്തിൻ്റെ അങ്ങേയറ്റം അറിയിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള ഇബാദത്ത് പോലെയല്ല. ഒരു ചെറിയ കുട്ടി പോലും നോമ്പുകാരനായാൽ ആരോരും കാണാതെ വെള്ളം കുടിക്കോ? ഇല്ല. എന്തുകൊണ്ട്? നോമ്പ് മുറിയും എന്ന പേടി അവനുണ്ടാവും. ആര് കണ്ടിട്ടില്ലെങ്കിലും അള്ളാഹു കാണും എന്ന ചിന്ത മനസ്സിലേക്ക് വരും. നല്ലോണം വെള്ളം കുടിച്ച് ഭക്ഷണം കഴിച്ച് വന്നിരുന്ന ആർക്കെങ്കിലും മനസ്സിലാവോ? ഇല്ല. പക്ഷെ ഒരാളും അങ്ങനെ ചെയ്യുകയില്ല. എന്തുകൊണ്ട്? അള്ളാഹു കാണും, അള്ളാഹു അറിയും എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയുകയാണ്. അതാണ് അള്ളാഹു നോമ്പിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത്. മറ്റുള്ള അമലുകൾ മാറ്റിവെച്ചുകൊണ്ട് ഫഇന്നഹു ലീ, അതെനിക്കുള്ളതാണ്, വഅനാ അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത് എന്ന് പറഞ്ഞു. എന്നാൽ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? വഅനാ അജ്സീ ബിഹി എന്ന് പറഞ്ഞല്ലോ, അതെന്തുകൊണ്ടാണ്? എല്ലാറ്റിനും അള്ളാഹുവാണ് പ്രതിഫലം നൽകേണ്ടത്, ഇതിനും അള്ളാഹു തന്നെ. പക്ഷേ ഇത് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ചില റിവായത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു അമലി ഇബ്നി ആദമ ലഹു യുളാഅഫുൽ ഹസനതു ബിഅശ്രി അംസാലിഹാ ഇലാ 700 ദഇഫിൻ. ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും അവനുള്ളതാണ്. മനുഷ്യർ ചെയ്യുന്ന ഒരു നന്മക്ക് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകപ്പെടും. ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, ഇല്ല സൗം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ വഅനാ അജ്സീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് പ്രതിഫലം നൽകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? നോമ്പിന് കണക്കില്ലാത്ത പ്രതിഫലമാണ്. നോമ്പിന് ഒരു നന്മക്ക് ചുരുങ്ങിയത് 10. നമ്മളൊരു നന്മ ചെയ്താൽ അല്ലാഹു തആല 10 പ്രതിഫലം രേഖപ്പെടുത്തും. ഒരു നന്മ ചെയ്താൽ 10 ചുരുങ്ങിയത്. ആ 10 പിന്നെ ഓരോരുത്തരുടെയും ഇഖ്ലാസ് പോലെ, നിയ്യത്ത് പോലെ, ഉദ്ദേശശുദ്ധി പോലെ കൂടിക്കൂടി 700 വരെ എത്തും. ഒരൊറ്റ നന്മക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ്. നോമ്പ് എന്നത് 1, 10, 700 അല്ല, പിന്നെയോ ബിഗൈരി ഹിസാബ്, കണക്കില്ലാത്ത പ്രതിഫലമാണ്. സുബ്ഹാനല്ലാഹ്, ഒരു നോമ്പിന് അല്ലാഹു തആല ആ നോമ്പ് ശരിയായ രൂപത്തിൽ എനിക്കും നിങ്ങൾക്കും എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര പ്രതിഫലമായിരിക്കും. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ, നോമ്പ് റമളാൻ മാസം എന്നത് അനുഗ്രഹീത മാസമാണെന്ന് പറഞ്ഞത്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. നമുക്ക് ഇനിയും വീണ്ടും ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്നു, വഅന അജ്സീ ബിഹി, ഞാനാണ് അവന് പ്രതിഫലം നൽകുന്നത്.
എന്തുകൊണ്ട് അള്ളാഹു അത് ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞു? എന്താണ്? യദഉ ശഹ്വതഹു വതആമഹു മിൻ അജ്ലി, അവൻ്റെ ഭക്ഷണവും പാനീയവും അവൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും ഒക്കെ അവൻ എനിക്ക് വേണ്ടിയാണ് ഉപേക്ഷിച്ചത്, അള്ളാഹുവിന് വേണ്ടിയാണ്. നേരത്തെ പറഞ്ഞില്ലേ, ഒരാളും കാണുന്നില്ലെങ്കിലും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുന്നിൽ, നമ്മുടെ കൈകളിൽ വിരൽത്തുമ്പിലുണ്ടെങ്കിലും നമ്മൾ അതിനെതിരായി ഒരു പണിയെടുക്കൂല. എന്തുകൊണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അള്ളാഹു മാത്രമേ കാണാനുള്ളൂ എന്ന ദൃഢതയോടെ ഉറപ്പോടുകൂടി ഒരടിമ ചെയ്യുന്നതാണ് നോമ്പ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ കുറിച്ച് അറിയിക്കുകയാണ്. ആ നോമ്പിന് കണക്കില്ലാതെയാണ് അള്ളാഹു പ്രതിഫലം നൽകുക. ഇത് സഹോദരങ്ങളെ നോമ്പിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ്, പ്രത്യേകതയിൽപ്പെട്ടതാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഗബ്. അവിടുന്ന് പറഞ്ഞു, നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാരന് നോമ്പ് എന്നത് ഒരു പരിചയാണ്. വസിയാമു ജുന്നത്തുൻ, നോമ്പ് ഒരു പരിചയാണ്. എന്താണ് പരിച എന്ന് പറഞ്ഞാൽ? നമ്മിലേക്ക് വരുന്ന ഉപദ്രവം തടുക്കാനുള്ളതാണ് പരിച. നമുക്കറിയാം, നോമ്പ് എന്നത് ഒരു പരിചയാണ്. ഫൈദാ കാന യൗമു സൗമി അഹദികും ഫലാ യർഫുസ് വലാ യസ്ഗബ് വഇൻ സാബഹു അഹദുൻ ഔ ഖാതലഹു ഫല്യഖുൽ ഇന്നി സായിമുൻ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം ആ നോമ്പുകാരനോട് ആരെങ്കിലും അടിപിടിക്ക് വന്നാൽ, പ്രശ്നത്തിന് വന്നാൽ, നോമ്പുകാരൻ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. അത് നോമ്പുകാരന് പരിചയമാണ്. നോമ്പിലായിരിക്കുമ്പോൾ സാധാരണ പോലെ കയറൂരി വിട്ടതുപോലെ എന്തും ചെയ്യൂല. നോമ്പ് പരിചയ പോലെയാണ്. നമ്മുടെ അമലുകൾ ഇല്ലാതാക്കി കളയുന്ന, നമ്മെ പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നോമ്പ് നമ്മെ സഹായിക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്യാമു ജുന്നത്തുൻ എന്ന് പറഞ്ഞാൽ യസ്തജിന്നു ബിഹൽ അബ്ദു മിനന്നാർ, ഒരടിമ നരകത്തിൽ നിന്നും രക്ഷാകവചം സ്വീകരിക്കുന്നു നോമ്പ് കൊണ്ട്. നോമ്പ് നരകത്തിൽ നിന്നും ഒരടിമയെ രക്ഷപ്പെടുത്തും, നരകമോചനം ലഭിക്കാനുള്ള കാരണമാണ്. ആ അർത്ഥത്തിൽ സഹോദരങ്ങളെ, നോമ്പിൻ്റെ ശ്രേഷ്ഠതയിൽപ്പെട്ടതാണ് നോമ്പ് ഒരു സുരക്ഷാ കവചമാണ്, നോമ്പ് ഒരു പരിചയമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നോമ്പുകാരനെ കുറിച്ച്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദി, എൻ്റെ ആത്മാവ്, മുഹമ്മദിൻ്റെ ആത്മാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരുവൻ്റെ കയ്യിലാണോ ആ അള്ളാഹു തന്നെ സത്യം, ലഖുലൂഫു ഫമിസ്സായിമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്, നോമ്പുകാരൻ്റെ വായയിൽ നിന്ന് വരുന്ന ദുർഗന്ധം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നോമ്പ് നോറ്റ് വായ വരണ്ടു പോയാൽ ആ സമയത്ത് പുറപ്പെടുന്ന മണം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്തുമാത്രം സ്ഥാനമാണ് നോമ്പിന് നൽകിയിട്ടുള്ളത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലിസ്സായിമി ഫർഹതാൻ യഫ്റഹുഹുമ, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ആ രണ്ട് സന്തോഷങ്ങൾ മുഖേന നോമ്പുകാരൻ സന്തോഷിക്കും. ഏതൊക്കെയാണ് സഹോദരങ്ങളെ നോമ്പുകാരൻ ലഭിക്കുന്ന സന്തോഷം? അവിടുന്ന് പറഞ്ഞു, ഒന്നാമത്തെ സന്തോഷം നോമ്പുകാരന് ഇദാ അഫ്തറ ഫരിഹ ബിഫിത്രിഹി, നോമ്പുകാരൻ പകൽ മുഴുവനും പട്ടിണി കിടന്ന് നോമ്പ് തുറക്കുമ്പോൾ നോമ്പുകാരൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടാകും. അതല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞ് ഫിത്റാക്കുമ്പോൾ, പെരുന്നാളാക്കുമ്പോൾ നോമ്പുകാരന് സന്തോഷമാണ്. അല്ലെ, നോമ്പുകാരൻ നോമ്പ് തുറക്കുമ്പോൾ ആ തണുത്ത വെള്ളം അതിങ്ങനെ തൊണ്ടയിലേക്ക് ഇറങ്ങുമ്പോൾ സന്തോഷമാണ്. പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, വിശപ്പും ദാഹവും അവസാനിച്ചു. രണ്ടാമത്തത്, അള്ളാഹുവിനുള്ള ഇബാദത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു. പല രൂപത്തിൽ സന്തോഷം നോമ്പുകാരനുണ്ട്. ദുനിയാവിൽ കിട്ടുന്ന സന്തോഷമാണിത്, പെട്ടെന്ന് കിട്ടുന്ന സന്തോഷമാണ്.
നോമ്പ് തുറക്കുമ്പോൾ, പെരുന്നാളാക്കുമ്പോൾ. രണ്ടാമത്തത് ഖിയാമത്ത് നാളിലാണ്. വഫർഹത്തുൻ വഇദാ ലഖിയ റബ്ബഹു ഫരിഹ ബിസൗമിഹി. നോമ്പുകാരൻ തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ പരലോകത്ത് നോമ്പ് കൊണ്ടവൻ സന്തോഷിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടും പരലോകത്ത്. നോമ്പുകാരന് പരലോകത്ത് പ്രത്യേകം അള്ളാഹു സ്വർഗത്തിലേക്ക് റയ്യാൻ എന്ന കവാടം ഒരുക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, പരലോകത്ത് നോമ്പുകാരെ വിളിക്കും. ഐന സായിമൂൻ, നോമ്പുകാരെവിടെ? ലിയദ്ഖുലുൽ ജന്നത മിൻ ബാബിർ റയ്യാനി അല്ലദീ ലാ യദ്ഖുലുഹു അഹദുൻ ഗൈറുഹും. നോമ്പുകാർ റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളട്ടെ. അവരല്ലാത്ത ഒരാൾക്കും അതിലൂടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. നോമ്പുകാരന് പ്രത്യേകം ഒരു വാതിൽ, പ്രത്യേകം ഒരു കവാടം, റയ്യാൻ എന്ന ബാബ് അള്ളാഹു പരലോകത്ത് ഒരുക്കി വച്ചിരിക്കുന്നു. അങ്ങനെ സ്വർഗത്തിലെത്തി ഒരു മുഅ്മിൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന് സന്തോഷമാണ്. മറ്റുള്ള എല്ലാ സുഖങ്ങളും മറന്നു പോകുമാറ് അള്ളാഹുവിൻ്റെ വജ്ഹിലേക്ക് റബ്ബിനെ നോക്കിക്കാണുമ്പോൾ കിട്ടുന്ന ആഹ്ലാദമുണ്ട്, സന്തോഷമുണ്ട്. ദുനിയാവിൽ നമ്മൾ ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണോ ഇബാദത്ത് ചെയ്തത്, റബ്ബിനെ നമ്മൾ കാണുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിരുന്നു, അവിടുന്ന് ദീൻ പഠിപ്പിച്ചിരുന്നു, അവിടുന്ന് പറഞ്ഞ മൊഴിമുത്തുകൾ, ഖുർആനിൻ്റെ വചനങ്ങൾ, ഇതാണ് നമ്മൾ കേട്ടത്. നമുക്ക് കേൾവി മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഒരു മനുഷ്യൻ വിശ്വസിക്കുകയാണ്. ആ ഈമാനാണ് സ്തുത്യർഹമായ ഈമാൻ. ആ ഈമാനുമായി പരലോകത്ത് ചെല്ലുകയാണ്. പരലോകത്ത് ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണോ നമ്മൾ സുജൂദ് ചെയ്തത്, ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണോ നമ്മൾ പട്ടിണി കിടന്നത്, ഏതൊരു റബ്ബിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഇബാദത്ത് ചെയ്തത്, ആ റബ്ബിനെ നോക്കിക്കാണാം. ആ റബ്ബിനെ കാണും, അള്ളാഹുവിനെ കാണും. എങ്ങനെ കാണും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പൂർണ്ണ ചന്ദ്രൻ 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ സഹാബത്തിനെ വിളിച്ചു ചോദിച്ചു, ആ പൂർണ്ണ ചന്ദ്രനെ കാണാൻ നിങ്ങൾക്ക് വല്ല തടസ്സവുമുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല നബിയെ. എങ്കിൽ ഇതുപോലെ നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ വെച്ച് കാണും. സുബ്ഹാനല്ലാഹ്. നോമ്പുകാരൻ പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറയാണ്, റബ്ബിനെ കാണുമ്പോൾ നോമ്പുകാരൻ അവിടെ സന്തോഷിക്കുകയാണ്. മുഅ്മിനീങ്ങൾ മൊത്തത്തിൽ എല്ലാവരും റബ്ബിനെ കാണും. മുഅ്മിനീങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ഈമാനിൻ്റെ തരിമ്പില്ലാത്ത നരകത്തിൽ ശാശ്വതനായിട്ടുള്ള ഒരാൾക്കും അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. കല്ലാ ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അള്ളാഹു പറഞ്ഞു, അന്നേ ദിവസം നിഷേധികളായ ആളുകളെ തൊട്ട് അള്ളാഹുവിനെ മറയിടപ്പെടും. അവർക്ക് അള്ളാഹുവിനെ കാണാൻ സാധിക്കുകയില്ല. മുഅ്മിനീങ്ങൾക്ക് മാത്രമുള്ള സുവർണാവസരമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്, അസ്അലുക ലദ്ദതൻ നളരി ഇലാ വജ്ഹിക്. അള്ളാഹുവേ, നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ലഭിക്കുന്ന ആസ്വാദനം ഞാൻ നിന്നോട് ചോദിക്കുന്നു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയാണ്. നോമ്പുകാരന് കിട്ടുന്ന രണ്ട് സന്തോഷം, ഒന്ന് ദുനിയാവിലും ഒന്ന് ആഖിറത്തിലും. ഒരു ശ്രേഷ്ഠത കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിയാമു വൽ ഖുർആനു യശ്ഫആനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. നോമ്പും പരിശുദ്ധ ഖുർആനും ഒരടിമക്ക് ഖിയാമത്ത് നാളിൽ ശുപാർശ പറയും അള്ളാഹുവിനോട്. യഖൂലു സിയാം, നോമ്പുകാരൻ പറയും, ഐ റബ്ബി, എൻ്റെ റബ്ബേ, മനഅതുഹു ത്വആമ വശഹ്വത ഫശഫിഅനി ഫീഹി. അള്ളാഹുവേ, എൻ്റെ റബ്ബേ, നിന്റെ അടിമയായ നോമ്പുകാരനായ ഈ മനുഷ്യൻ്റെ ഭക്ഷണവും അവൻ്റെ ആഗ്രഹവും ഞാൻ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ നീ എന്നെ ശുപാർശകനായി സ്വീകരിക്കണേ. വയഖൂലുൽ ഖുർആൻ, ഖുർആൻ പറയും, മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫിഅനി ഫീഹി. അല്ലാഹുവേ, രാത്രി അവൻ്റെ ഉറക്കം ഞാൻ തടസ്സപ്പെടുത്തി. ഖുർആൻ പാരായണം ചെയ്ത് രാത്രി നിസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, അങ്ങനെ ഉറക്ക് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട്
അവൻ്റെ കാര്യത്തിൽ എന്നെ ശുപാർശകനായി നീ സ്വീകരിച്ചാലും ഫയശ്ഫാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രണ്ട് പേരുടെയും, രണ്ട് നോമ്പിൻ്റെയും ഖുർആനിൻ്റെയും ശുപാർശ അവിടെ വെച്ച് അള്ളാഹു സ്വീകരിക്കും. പരലോകത്ത് നോമ്പും ഖുർആനും ശുപാർശകരായി എത്തുമെന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് വലിയ ശ്രേഷ്ഠത തന്നെയാണ്, വലിയ പ്രത്യേകത തന്നെയാണ്. ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പരിശുദ്ധ റമളാനിലേക്കാണ് നമുക്ക് കടക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ റമളാനിനെ വരവേൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും റമളാനിൻ്റെ ശ്രേഷ്ഠതകളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഒരുങ്ങിക്കൊണ്ട് റമളാനിലേക്ക് പ്രവേശിക്കാൻ നമ്മൾ തയ്യാറാവണം. റമളാനിന് ഇനിയും ദിവസങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എത്തുമോ ഇല്ലയോ അള്ളാഹുവിനറിയാം. എത്താതെ പോയ ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ആ വിളിക്ക് കാത്തു നിൽക്കുന്നുമുണ്ട്. ഞാനോ നിങ്ങളോ ആര് ബാക്കിയാവും നമുക്കറിയില്ല. നമ്മുടെ നിയ്യത്ത്, നല്ല നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എത്തിയതുപോലെയാണ്. നമ്മൾ സന്തോഷത്തോടെ റമളാനിനെ വരവേൽക്കാൻ നിന്നു, എന്നിട്ട് നമ്മുടെ ആയുസ് എത്തിപ്പോയാൽ അള്ളാഹു അതിന് പ്രതിഫലം നൽകും. നിയ്യത്തിന് അള്ളാഹു പ്രതിഫലം നൽകും. അതുകൊണ്ട് നമ്മൾ ഒരുങ്ങുക, തയ്യാറാവുക. ഇബാദത്തുകൾക്ക് വേണ്ടി, പരലോകത്തിന് വേണ്ടി ഒരു ആയുസ് മുഴുവനും വീണ്ടെടുക്കാനുള്ള സുവർണാവസരമാണ് ഒരൊറ്റ റമളാൻ. ഒരൊറ്റ റമളാൻ. ഒരുപാട് റമളാൻ നമ്മുടെ ജീവിതത്തിൽ നിന്നും കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് റമളാൻ. ഓരോ റമളാൻ കടന്നു പോകുമ്പോഴും സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മങ്ങളെ തൊട്ട് വീണ്ടും വിചാരം നടത്തേണ്ടതുണ്ട്. നമ്മളാരും പരിപൂർണരല്ല. നമ്മളെല്ലാവരും കുറവുകളും ന്യൂനതകളും ഉള്ളവരാണ്. അതുകൊണ്ട് നമ്മൾ ഓരോ റമളാനിലും കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശ്രേഷ്ഠത എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ്? അവിടുന്ന് എല്ലാ അർത്ഥത്തിലും മുന്നിട്ട് നിന്നിരുന്നു, അവിടുന്ന് കൂടുതൽ പരിശ്രമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, റമളാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ പഠിക്കണം, കേൾക്കണം. റമളാനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മസ്അലകൾ, റമളാനുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ നമ്മൾ ഇതിൻ്റെ കൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും നല്ല രൂപത്തിൽ നിറഞ്ഞ മനസ്സോടെ റമളാനിലേക്ക് പ്രവേശിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിൽ പുണ്യകർമ്മങ്ങൾ കൊണ്ട് റമളാനിനെ സമൃദ്ധമാക്കാൻ എന്നെയും നിങ്ങളെയും സഹായിക്കുമാറാവട്ടെ. നരകമോചനം ലഭിച്ച, സ്വർഗം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും ന്യൂനതകളും കുറവുകളും വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. നമ്മിൽ നിന്നും ഈമാനോടുകൂടി മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വല്ലാഹു തആല അഅല വഅഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.